ഇപ്പൊ തോന്നുന്നുണ്ട് ഈ 8 മണിക്കൂർ ഉറക്കം, നല്ല ഭക്ഷണം, കൃത്യമായി വെള്ളം കുടിക്കുക അതൊക്കെ ഒരു ലക്ഷറിയാണെന്ന്. അയ്യോ! ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നു ഉറക്കം, നമ്മുടെ ഹെൽത്ത്, നമ്മുടെ നമുക്ക് ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഞാൻ എപ്പോഴെല്ലാവരും മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് അയ്യോ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. നമുക്ക് ലൈഫിൽ എന്തും കിട്ടും. പൈസ ഉണ്ടെങ്കിൽ ഇപ്പോൾ പൈസ വലിയൊരു കാര്യം കേട്ടോ. ഞാൻ സത്യസന്ധമായി പറഞ്ഞ എനിക്കിപ്പം 29 വയസ്സുണ്ട്. ഇപ്പം ഇതാകുമ്പോൾ 29 വയസ്സാവും. ഈ 29 വയസ്സിനിടയിൽ ഞാൻ നല്ലതിനാണോ മോശത്തിനാണോ എന്ന് പറയണ്ട, ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഞാൻ പോയിട്ടുള്ള വഴികളെന്ന് പറഞ്ഞാൽ ഭീകരമായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ കുറേ കാര്യങ്ങൾ, ഇപ്പോൾ ഹെൽത്ത് ആണെങ്കിലും മെന്റൽ ഹെൽത്ത് ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും കുറേ കാര്യങ്ങൾ നമ്മളത് കറക്റ്റ് നമ്മൾ ഫോക്കസ്ഡ് അല്ലെങ്കിൽ നമ്മൾ ഇല്ലാതായിപ്പോവും. നമ്മളൊന്നും അല്ലാതായിപ്പോവും. ജീവിക്കുന്നുണ്ട്, എങ്ങനെയൊക്കെയോ ജീവിക്കുക, അങ്ങനെ അങ്ങ് പോകും. നമുക്ക് ജീവിക്കുക എന്ന് പറയാൻ നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടുമ്പോൾ ഇവൻ ഇപ്പൊ എനിക്കൊരു അവാർഡ് കിട്ടി, ഞാൻ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഈ ഒരു കുറെ അവാർഡുകൾ കിട്ടും. സ്റ്റേറ്റ് അവാർഡ്, ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡ്, പ്രേം നസീർ അവാർഡ്, തിക്കുറിശി അവാർഡ്, കുറെ ആദരവുകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്തായി? അതുകൊണ്ട് എന്താ, ഒരു ഷെൽഫിൽ വെച്ചിട്ടുണ്ട്, അത്ര തന്നെ. അത് വെച്ചിട്ട് എത്രയോ ആൾക്കാർ, അത്ര പോലും ഇല്ലാത്ത ആൾക്കാർ എവിടേക്കോ എത്തിപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആയിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ആയിട്ടുണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. അങ്ങനൊരു അപ്പൊ ഞാൻ ഈ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻസ് അങ്ങനൊരു ഞാൻ എൻ്റെ ചെറിയ കാലത്തിലേക്ക് തിരിച്ചു പോയ ഒരിക്കലും ഇങ്ങനെ ഒരാളായിട്ട് ഞാൻ മാറൂല. ഈ പ്രൊജക്ടിന് ശേഷം ഈ പ്രൊജക്ട് പിടിക്കണം, ഇങ്ങനെ സെൽഫ് മാർക്കറ്റ് ചെയ്യണം, അങ്ങനെ ഒരു പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ലൈക്ക് ഒരിക്കലും ഒരു 10-36 സീരിയലുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. 10-12 അവാർഡുകൾ, സ്റ്റേറ്റ് അവാർഡൊക്കെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഒരു 6-7 ബഡായി ബംഗ്ലാവ്, അത് ഇത് ഇവരുടെ 6-7 ഷോകൾ, ബിഗ് ബോസ് ഷോകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പം ഒരു കഴിവില്ലാത്ത ഒരാൾക്ക് ഇത്രയും ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ എന്ന് വെച്ചിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് എത്തിയോന്ന് വെച്ചാൽ ഇല്ല. അതുകൊണ്ട് ഞാൻ ഇപ്പൊ എന്നെക്കാൾ ചെറിയൊരാളെടുത്ത് ഞാൻ അല്ലെങ്കിൽ ഇതിലേക്ക് വരാൻ നിൽക്കുന്ന ആൾക്കാരോട് ഞാൻ എപ്പോഴും പറയും, ഒരിക്കലും അങ്ങനെ ആവരുത്. കറക്റ്റ് നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കണം. ഈ ഒരു പ്രൊഫഷനിൽ മാത്രമല്ല, ലൈഫിൽ എപ്പോഴും നമ്മൾ ഇത് കഴിഞ്ഞ നെക്സ്റ്റ് എന്താന്നൊരു പ്ലാൻ നമുക്ക് എപ്പോഴും വേണം. പിന്നെ ആർക്ക് വേണ്ടിയിട്ടും ജീവിക്കരുത്. ആർക്ക് വേണ്ടിയിട്ട് നമ്മുടെ സമയവും നമ്മുടെ ജീവിതവും നമ്മുടെ സ്നേഹവും നമ്മുടെ ഇഷ്ടവും ഒരാൾക്ക് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യരുത്. 100% ഇൻവെസ്റ്റ് ചെയ്യരുത്. നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും നമ്മൾ തന്നെയായിരിക്കണം. ആളുകളെ നമ്മളെ സ്വാർത്ഥരെന്ന് വിളിക്കില്ലേ, നമുക്ക് വേണ്ടി മാത്രം എന്നല്ല ഞാൻ പറഞ്ഞു, നമ്മൾക്ക് പ്രയോറിറ്റി കൊടുത്തിട്ടേ അവർക്ക് കൊടുക്കാവൂ. ഇപ്പം വിഷ്ണു വന്നിരിക്കുന്ന സമയത്ത് ഇപ്പൊ എന്റെ സ്വഭാവം എന്താ വെച്ചാൽ, ഇപ്പൊ ഞാൻ ഫുഡ് കഴിക്കാൻ വെച്ചോ, ഫുഡ് കഴിക്കുന്ന സമയത്തായിരിക്കും വിഷ്ണു ഇപ്പൊ എന്തായാലും ചേച്ചി ഒരു ഷൂട്ടിന് വരുമോ ചോദിച്ചാൽ ഞാൻ ആ ഫുഡ് മാറ്റി വെക്കും. ഫുഡ് വിഷ്ണു ബുദ്ധിമുട്ടിക്കണ്ടല്ലോ വെച്ചിട്ട് ഞാൻ ഷൂട്ടിന് വന്നിരിക്കും. എനിക്ക് അങ്ങനെ ഒരു പീപ്പിൾ പ്ലീസിങ് സ്വഭാവം ഉണ്ടായിരുന്നല്ലേ? ഇപ്പോഴും ഉണ്ട്. എനിക്കിപ്പോഴും ഉണ്ട്. എനിക്കത് മാറാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറയുന്നത് എനിക്ക് മാറാൻ ഇനി പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ട്രൈ ചെയ്യാണ്. ഞാൻ പറയുന്നത് ഇനി വരുന്ന ആൾക്കാരോടാ, ആവരുതേ, നിങ്ങൾ ഇങ്ങനെ ആവരുതേ എന്ന് പറയാ. എനിക്ക് വേണമെങ്കിൽ ആ സമയത്ത് ഞാൻ ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യും, വിഷ്ണു ഞാനൊന്ന് കഴിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് എനിക്ക് വരാം. പക്ഷെ ഞാൻ അപ്പോഴല്ലോ അയ്യോ അത് ഇത്രയും ദൂരം ഒന്നും വന്നേയില്ല, ഞാൻ എന്തിനാ അതിനെ ബുദ്ധിമുട്ടിക്കണം വെച്ചിട്ട് ഞാൻ എന്റെ കാര്യം മാറ്റി വയ്ക്കും. ഇതുകൊണ്ട് നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. യാതൊരു വിധ ഗുണവും ചെയ്യാൻ പോകുന്നില്ല. സീരിയസ്ലി നമുക്ക് എന്താ ഗുണം കിട്ടുക? ഒന്നുമില്ല. ഈ ടീനേജ് ഉണ്ടല്ലോ, 12 to 19, ആ സമയത്താണല്ലോ ഒരാളുടെ ക്യാരക്ടർ ഒക്കെ നന്നായിട്ട് ബിൽഡ് ആവുക. ആ സമയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട 3 വർഷം, അതായത് 16 തൊട്ട് 19 വരെ സീരിയലിനായതാണല്ലോ. ഈ 16 തൊട്ട് 19 വരെ ഒരു പെൺകുട്ടിയുടെ ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അപ്പൊ അവരുടെ ലൈഫ് പാർട്ട്ണറെ പറ്റിയിട്ടുള്ള അവരുടെ കുറെ ഫാസിനേഷൻസ്, എന്താവണമെന്ന്, കരിയറിൽ എന്താവണം എന്നുള്ള തീരുമാനങ്ങൾ. പക്ഷെ അപ്പോഴേക്കും അപ്സര വർക്ക് ചെയ്ത് തുടങ്ങി. ഈ 16 തൊട്ട് 19 എങ്ങനെയായിരുന്നു? എന്റെ ലൈഫിനെ ചേഞ്ച് ചെയ്തത് ഈ 16 തൊട്ട് 19 ആയിരുന്നു. ആക്ച്വലി ഞാൻ 16-ാമത്തെ വയസ്സിലെ സീരിയലിൽ വരുന്നത്. 16 സീരിയൽ വന്നു, സീരിയലിൽ സ്റ്റാർട്ട് ചെയ്തു. അതിനെക്കുറിച്ചൊരു ധാരണയില്ല, ഈ പ്രൊഫഷനെ കുറിച്ചൊരു ധാരണയില്ല. വരുന്ന വർക്കുകളൊക്കെ വാരി വലിച്ച് ചെയ്തു. ഒരു ക്യാരക്ടർ കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇന്നത് ഇനി ചെയ്യാവൂ, അല്ലെ ഇന്നത് ചെയ്യരുതെന്ന് അങ്ങനെ ഒരു പ്ലാൻ ഒന്നും ഇല്ല. വരുന്നതൊക്കെ ചെയ്തു. അങ്ങനെ സ്വന്തമായിട്ട് സെൽഫ് പ്രൊമോഷൻസ് ഒന്നും ചെയ്യാതെ അങ്ങനെ ആ ഒരു ഗോ വിത്ത് ഫ്ലോയിൽ അങ്ങനെ അങ്ങ് പോയി. പക്ഷെ അത് കഴിഞ്ഞിട്ടൊരു 18-19 വയസ്സ് 20 വയസ്സായപ്പം
ആദ്യ വിവാഹം, ആ. അങ്ങനെയൊക്കെ ലൈഫിൽ ഒരു പ്ലാൻ ഇല്ലാതെ പോയി. അപ്പൊ ഒരു 16 തൊട്ട് ഒരു 19 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും നമുക്ക് ഇഷ്ടങ്ങളാവാം, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാവാം, ഒക്കെ ശരിയാണ്. പക്ഷെ ഒരിക്കലും ഒരു കാര്യത്തിലും ആ സമയത്ത് നമ്മൾ ഒരിക്കലും ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യരുത്. നമ്മുടെ കരിയർ, നമ്മുടെ ലൈഫിൽ ഒരു ബേസിക് സ്റ്റാൻഡ് ഉണ്ടാക്കിയതിന് ശേഷമേ നമ്മൾ എപ്പോഴും ബാക്കിയുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാവൂ, എപ്പോഴും. അല്ലാതെ അതിനു മുമ്പ് നമുക്ക് ലൈഫ് പാർട്ട്ണറൊക്കെ നമുക്ക് പിന്നെ ഉണ്ടാവും. അതല്ല നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഫസ്റ്റ് നമ്മുടെ ലൈഫിൽ വേണ്ടത് ഹെൽത്ത്, രണ്ടാമത് മണി. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ അത് മറന്നിട്ട് ഒന്നും ചെയ്യരുത്. നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ സ്വന്തം കാലിൽ നിന്ന് നമുക്ക് നിൽക്കാൻ പറ്റും. കാരണം ജോലി ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ഇപ്പൊ എല്ലാരും എന്റെ എക്സ്പീരിയൻസ്, ഞാൻ കുറെ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമുക്ക് സ്വന്തം കാര്യം നിൽക്കണം, ജോലി നേടണം, അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് എല്ലാരും പറയും. പക്ഷെ അതിലും ഒരു തിരുത്തുണ്ട്. ജോലി ഉണ്ടായിട്ട് കാര്യമില്ല, ആ കിട്ടുന്ന പൈസ നമുക്ക് സേവ് ചെയ്യാനുള്ള മണി മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം നമ്മൾ എവിടെ പോകുമ്പോഴും വലിയ വലിയ ആൾക്കാർ വരെ ഇങ്ങനെ പ്രസംഗിക്കുന്ന കേട്ടിട്ടുണ്ട്, നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, സ്വന്തം കാലിൽ നിൽക്കണം, സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കണം, നമ്മൾ ഏൺ ചെയ്യണം. ഏൺ ചെയ്തിട്ട് കാര്യമില്ല, നമ്മളത് ഇൻവെസ്റ്റ് അല്ല, നമ്മളതിനെ സേവ് ചെയ്യണം. അതിലാണ് കാര്യം. എനിക്കിപ്പോ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഞാൻ 1.5 ലക്ഷം രൂപയായിട്ട് ചിലവാക്കുന്നു. അതില് കാര്യമില്ല. നമുക്കിപ്പോ 50,000, ഇപ്പൊ എന്റെ ചേച്ചി ഭയങ്കരമായിട്ട് മണി മാനേജ്മെന്റ് ഉള്ള ഒരാളാണ്. അപ്പൊ പുള്ളിക്കാരത്തിക്ക് 10,000 രൂപ കിട്ടുവാണെങ്കിൽ പുള്ളിക്കാരത്തി അത് എങ്ങനെയെങ്കിലും സേവ് ചെയ്ത്, പുള്ളിക്കാരി എല്ലാം നോക്കും, പക്ഷെ അത് സേവ് ചെയ്യും. പുള്ളിക്കാരി ഒരു 5,000 രൂപയിലും പുള്ളിക്കാരത്തി മാറ്റി വെക്കും. ഇപ്പൊ എനിക്കൊരു 10,000 രൂപ തരാ വെച്ചോ, 15,000 രൂപ വെച്ചിട്ട് ഞാൻ ചെലവാക്കുന്നതാണ്. അതിന് കാര്യമില്ല. പൈസ നമുക്ക് കിട്ടുന്ന പൈസ നമുക്ക് മാക്സിമം നമ്മൾ സേവ് ചെയ്യണം. പിന്നെ കുറെ വർഷം കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണം, പണ്ടാണ് കിട്ടിയ പൈസയൊക്കെ എവിടെ പോയിന്ന് തിരിഞ്ഞു നോക്കുമ്പോ ഭയങ്കര സങ്കടം തോന്നും. പ്രണയജീവിയായിരുന്നോ? പ്രണയജീവിയല്ല, ഭയങ്കര സ്നേഹം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സ്നേഹത്തിന് ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. സ്നേഹത്തിന് ഭയങ്കര അഡിക്റ്റഡ് ആയി പോകുന്ന ഒരാളാണ് ഞാൻ. അത് പ്രണയം തന്നെ വേണമെന്നില്ല, സൗഹൃദമാണെങ്കിലും ലൈക്ക് നമുക്കൊരു കിട്ടുന്ന ഒരു കെയറിങ് ആണെങ്കിലും, അത് പ്രണയമാണെങ്കിലും, സ്നേഹത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കും. മരിച്ചു നിൽക്കും ഞാൻ, ചത്തുപോകും, ഞാൻ അതിൽ ചത്തുപോയ ഒരാളാണ് ഞാൻ. സീരിയസ്ലി ലൈഫില് സ്നേഹം കൊടുത്ത് നഷ്ടങ്ങൾ വാങ്ങിച്ച ഒരാളാണ്. സ്നേഹത്തിന് വേണ്ടി മരിച്ചു നിൽക്കുന്ന ഒരാളാണ്. ലൈക്ക് കുട്ടിക്കാലത്ത് എന്റെ ഫാദർ പോലീസിലായിരുന്നു. ഞാൻ ബിഗ് ബോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ സ്റ്റോറി, അതുകൊണ്ട് പറഞ്ഞില്ലേ പറയില്ലായിരുന്നു. അമ്മ ആക്ട്രസ് ആയിരുന്നു. അവര് സ്നേഹിച്ച് കല്യാണം കഴിച്ചതാ. പക്ഷെ ഒരു പർട്ടിക്കുലർ ടൈം എത്തി, ഇപ്പൊ ഞാൻ ജനിച്ചതിന് ശേഷം അവരുടെ ഒരു വലിയ അടി ഉണ്ടായി. അവര് ലൈക്ക് പിന്നെ അച്ഛന്റെ അമ്മയും സെപ്പറേറ്റഡ് ആയതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതിനിടയിൽ അമ്മയ്ക്ക് ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. അപ്പൊ ഞാനും ചേച്ചി തമ്മിൽ ഒരു 3 വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ. അപ്പം നാട്ടും പുറത്തൊരു സ്ത്രീയാ. അപ്പൊ അവർക്ക് വേറെ ഡിപ്പെൻഡ് ചെയ്യാൻ വേറെ ഒന്നുമില്ല. അപ്പൊ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യാൻ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അമ്മ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അമ്മയുടെ ഇഷ്ടങ്ങള്, അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുന്നതോ അല്ലെങ്കിൽ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് വാങ്ങുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞാനും ചേച്ചി ഇപ്പോഴൊക്കെയാണ് ഞങ്ങൾ അമ്മയെ വഴക്ക് പറയും, അമ്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നു പറയും. പക്ഷെ അമ്മ അങ്ങനെ ജീവിക്കാൻ മറന്നുപോയ ഒരാളാണ്. അച്ഛൻ്റെതായിട്ടുള്ള ഒരു ലോകത്ത് പോയി. പിന്നെ ഞാനൊരു 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ മരിച്ചുപോയി. അപ്പോ ചെറുപ്പം മുതലേ ആ സ്നേഹം കിട്ടാതെ വളർന്നതിന്റെ എല്ലാ ഡീമെറിറ്റ്സും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ചെറിയൊരു സ്ഥലത്ത് നമുക്ക്